നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 നമ്മൾ ആദ്യം ജിയോഗ്രഫി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ആണ്. അപ്പോൾ മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വർക്കൗട്ട് ചെയ്യട്ടോ. മാത്സ് പഠിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 3-4 വർഷം പിന്നോട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം എന്ത് ചെയ്യുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതെന്താണ്, പല മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാം ഒക്കെ ആകുമ്പോഴേക്കും എന്താവും, നമ്മുടെ സ്പീഡ് ഒന്ന് കൂട്ടാനായിട്ട് ഇത് നല്ലതാണ്. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20-ന്റെയും 10-ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ എങ്കിൽ 20-ന്റെ എത്ര നോട്ടുകൾ ഉണ്ട്? ഓക്കെ അല്ലേ, ചെറുതായിട്ടൊന്ന് കൺഫ്യൂസിങ് ആയോ? സിമ്പിളാക്കി പറഞ്ഞുതരാം. അതായത് ഒരാളുടെ കയ്യിൽ 100 രൂപയുണ്ട്. ഓക്കെ, അയാൾ എന്ത് ചെയ്തു, അതൊന്ന് ചില്ലറയാക്കി. അപ്പൊ ചില്ലറയാക്കിയപ്പോൾ എന്തൊക്കെ അല്ലെ, അയാൾക്ക് കുറച്ച് നോട്ടുകളായിട്ട് കിട്ടി അല്ലേ. ഏതിൻ്റെയൊക്കെ നോട്ടാണ് കിട്ടിയത്? 20-ന്റെയും കുറച്ച് 10-ന്റെയും നോട്ട് കിട്ടി. അങ്ങനെ മൊത്തം അയാളുടെ കയ്യിൽ എത്ര നോട്ടുണ്ട്? 7 നോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20 നോട്ട് എത്രണ്ണം ഉണ്ട് എന്നാണ് ചോദ്യം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ. 100 രൂപ നോട്ടാണ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് ചില്ലറയാക്കിയപ്പോൾ അല്ലേ കുറേ 20 നോട്ട് കിട്ടി, പിന്നെ കുറേ 10 നോട്ട് കിട്ടി അല്ലേ. മൊത്തം അയാൾക്ക് അല്ലേ എത്ര നോട്ടിന്റെ എണ്ണം എത്ര ഉണ്ട്? 7 നോട്ടുകളാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താ ചെയ്യുക അല്ലേ, ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? 4 ആണ്. ഓക്കെ, നമ്മൾ 4 എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്? 20-ന്റെ എത്ര നോട്ടുകൾ ഉണ്ട് എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 20-ന്റെ നോട്ട് 4 എണ്ണമായിട്ട് എടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എയില് 4 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, 20-ന്റെ നോട്ട് എന്ത് ചെയ്യാം, 4 ആക്കി എടുത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലേ 20-ന്റെ നോട്ട് 4 എണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയായി? 20 4 80 രൂപ നമ്മുടെ കയ്യിലായി അല്ലേ. ബാക്കി എത്രയാണ് 100-ലുള്ളത്? 20 ആണ് അല്ലേ. ആ 20 നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 രൂപ നോട്ടായിരിക്കൂലേ. നമുക്കറിയാം 20 നോട്ടും 10 രൂപ നോട്ടും ഉള്ളത്. അപ്പം 20 നോട്ട് 4 എണ്ണം ഉണ്ടെങ്കിൽ ബാക്കി 10 രൂപ നോട്ട് എത്ര ഉണ്ടാവും? ബാക്കി 10 രൂപ നോട്ടിലെ 20 രൂപന്റെ നോട്ടുകൾ ഉണ്ടാവും അല്ലെ. 80 100-ൽ നിന്ന് 80 പോയ 20 ഉണ്ടാവില്ലേ. ഈ 20 എന്ന് പറഞ്ഞത് എത്ര 10 ചേർന്നാലാണ്? 2 10 ചേർന്നാലാണ് അല്ലെ. അപ്പൊ നമുക്ക് 80 20 100 അത് കറക്റ്റ് ആണ്. പിന്നെ അല്ലേ നോട്ടിന്റെ എണ്ണം നോക്കണം. നോട്ടിന്റെ എണ്ണം 1 4 1 2 ആണ്. രണ്ടും കൂട്ടിയാൽ എന്താണ്? 6 ആവുകയുള്ളൂ അല്ലേ. അപ്പൊ ഈ ഇത് കറക്റ്റ് ആവോ? ഇല്ലല്ലേ. നമുക്ക് 7 നോട്ട് കിട്ടണം. അപ്പൊ കയ്യിൽ ആകെ എത്ര നോട്ടുള്ളൂ? 6 നോട്ടാണുള്ളത്. അപ്പൊ എന്താണ്, ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഏതാണ്? 3 ആയിട്ട് എടുത്തു നോക്കാം. ഓക്കെ, 3 എടുത്തു നോക്കാം. സെയിം അല്ലേ, നമ്മുടെ കയ്യിൽ എന്താണ് 20 നോട്ടുണ്ട്, അതുപോലെ 10 നോട്ടും ഉണ്ട്. 20-ന്റെ 3 നോട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയായി? 60 രൂപയില്ലേ. 20 × 3 പറഞ്ഞാൽ എത്രയാണ്? 60 ആണ് അല്ലേ. അപ്പൊ 20-ന്റെ 3 നോട്ടാണെങ്കിൽ 60 ആയി. അപ്പൊ ബാക്കി എത്ര രൂപ ഉണ്ട്? 100-ൽ നിന്ന് 60 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 40 ഉണ്ട് അല്ലേ. ബാക്കി 40 ഉണ്ട്. ഈ 40 എന്ന് പറഞ്ഞതൊക്കെ എന്തായിരിക്കും? 10-ന്റെ നോട്ടായിരിക്കൂലേ. അപ്പൊ എത്ര 10-ന്റെ നോട്ട് ഉണ്ടാകും? 4 10 ചേർന്നാലല്ലേ 40 ആവുന്നത്. അപ്പൊ 4 നോട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് 60 40 100 അത് കറക്റ്റ് ആണ് അല്ലേ. ബാക്കി അല്ലേ എത്ര നോട്ടുകൾ നോക്കാം? 3 നോട്ടും 4 നോട്ടും അല്ലേ. അപ്പൊ 3 4 കൂട്ടി എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കിട്ടിയില്ലേ. അപ്പൊ കയ്യിൽ 7 നോട്ടുള്ളത്. ഇതും കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 7 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? ഓക്കെ, അപ്പൊ നമ്മുടെ പലിശയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ്? കൂട്ടുപലിശയാണ് കേട്ടോ. അപ്പൊ അത് നോക്കണം. ഏതാണ്? കൂട്ടുപലിശയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൂട്ടുപലിശ കാണുക അല്ലെ. ഇവിടെ നോക്കാം. എത്രയാണ് എമൗണ്ട്? 25,000 ആണ് അല്ലെ എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. എത്ര ശതമാനമാണ്? 8% ആണ് അല്ലെ. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. അപ്പൊ സാധാരണ നമ്മൾ എങ്ങനെയാ ചെയ്യാം? ഈ എമൗണ്ടിന് 25,000-ന് 8% അല്ലേ പലിശ. അതിനെ അല്ലേ 100 8-നോട് കൂടി കൂട്ടുക അല്ലെ. അപ്പൊ 108 ആയി അല്ലെ. അത് ശതമാനമല്ലേ. അപ്പൊ ബൈ 100 കൊടുക്കാം. ഇത് എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? 2 പ്രാവശ്യം ഇത് ഗുണിക്കുക. 108/100. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഫുള്ള് വെട്ട് എന്താ ചെയ്യേണ്ടത്? ഫുള്ള് വെട്ട് അല്ലെ. അപ്പൊ ഇത് കുറച്ചൊരു വലിയ ടാസ്ക് ആയതുകൊണ്ട് ഇതിനേക്കാൾ ഒന്ന് സിമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം? ഈ 25,000-ന്
നമ്മൾ 8% കാണുക. ഓക്കെ, 8% ആദ്യം കാണും. 8% കാണുമ്പോൾ എത്രയാണ്? 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2500 ഇൻറ്റു 8 അല്ലേ? എത്ര വരും? സോറി, 2500 അല്ലേ, 250 ഇൻറ്റു 8 എത്ര വരും? 2000 വരും അല്ലേ? 2000 വരും. അടുത്തത് വീണ്ടും ഈ 2000-ന് എന്ത് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം എത്ര വരും? വെട്ടിക്കഴിഞ്ഞാൽ 160 വരും. ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2000-ന് ഇൻറ്റു 2 കൊടുക്കുക, ഇവിടെ താഴെ ഇൻറ്റു 1 കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? 1 മിനിറ്റ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. 25,000-ന് അല്ലേ? 25,000-ന് 8% നമ്മൾ കാണുക. ഓക്കെ, അപ്പം എത്ര കിട്ടി? 2000 കിട്ടി. വീണ്ടും ഈ 2000-ന് അതിൻ്റെ 8% കാണുക. അപ്പം എത്ര കിട്ടി? 160 കിട്ടി. എന്നിട്ടല്ലേ ഈ 2000-ന് ഇൻറ്റു 2 ചെയ്യുക, അതുപോലെ ഇൻറ്റു 1 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാ? 4000 കിട്ടും അല്ലേ? 160-ന് ഇൻറ്റു 1 എത്രയാ? 160. അങ്ങനെ മൊത്തം എത്ര കിട്ടി? 4160 കിട്ടി അല്ലേ? കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലേ? ഈ 4160 എന്തിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം അല്ലേ? നമ്മുടെ മുതലിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം അല്ലേ? മുതൽ എത്രയാണ് ഇവിടെ? 25,000 രൂപയാണ് അല്ലേ? അപ്പം 25,000. ഇതിപ്പോൾ എന്താണ്? പലിശ മാത്രമാണ് അല്ലേ? അപ്പം ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 4160 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 29,160 അല്ലേ? ആൻസർ ഉണ്ടോ? ഉണ്ടല്ലേ? ഓപ്ഷൻ ബിയിൽ 29,160. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ കാണേണ്ടത്? ഇത് 2 വർഷത്തെ കണക്കാണ് കേട്ടോ. അതായത് ഈ 2-1 നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കാം. 2 വർഷത്തേക്കാണെങ്കിൽ കാണേണ്ടത് 2-1. അതുപോലെ 3 വർഷത്തേക്കാണ് കാണുന്നതെങ്കിൽ 3-3-1. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. എങ്ങനെയാണ് മനസ്സിലായില്ലേ? അതായത് തന്നിട്ടുള്ള എമൗണ്ടിന് അല്ലേ എത്ര ശതമാനമാണോ? 8%. അത് കാണുക. അപ്പം 2000 കിട്ടി. അതിനെന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കുക. ഈ 2 അത്. ഓക്കെ, ഈ 2 വീണ്ടും ഈ 2000-ന് 8% കണ്ടിട്ട് എത്ര കിട്ടി? 160 കിട്ടി അല്ലേ? അതിന് എന്തുകൊണ്ട് ഗുണിക്കുക? ഈ 1 കൊണ്ട് ഗുണിക്കുക. അപ്പം നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസറിലെ 4760 ഇതെന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റിനോട് കൂടിയിട്ട് എന്ത് ചെയ്യണം അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 25,000 കൂട്ടണം. അപ്പോഴാണ് മൊത്തം അല്ലേ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് കിട്ടുക. ഓക്കെ, ഇനി ഇത് 3 വർഷമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ 160-ന് വീണ്ടും 8% കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് മാറും അല്ലേ? ഇവിടെ എന്ത് മാറും? 3 വരും, ഇവിടെ 3 വരും, ഇവിടെ 1 വരും. ആ ഇക്വേഷനാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, 3 വർഷത്തേക്ക് കാണേണ്ട ഇക്വേഷനാണ് ഇത്. 2 വർഷത്തേക്ക് കാണേണ്ട ഇക്വേഷനാണ് ഇത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. എന്നാൽ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 7:4 ആണ് അല്ലേ? അപ്പൊ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 7-ഉം വീതി എന്ന് പറയുന്നത് 4-ഉം ആണ് അല്ലേ? ഇപ്പൊ തന്നിട്ടുള്ളത് എന്തിലാണ് അല്ലെ? അംശബന്ധത്തിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് സംഖ്യാരൂപത്തിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ അംശബന്ധം വന്നു കഴിഞ്ഞാൽ ഇതിനെ സംഖ്യാരൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു എക്സ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ 7x ആയി, 4x ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു അംശബന്ധം വരുന്ന എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു അംശബന്ധം വരികയാണെങ്കിൽ അതിന് നമുക്ക് അല്ലെ സംഖ്യയിൽ വെച്ചിട്ട് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ ഒരു എക്സ് കൂടി കൂട്ടിച്ചേർക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്താ പറഞ്ഞിട്ടുള്ളത്? നീളം എന്ന് പറയുന്നത് എന്താണ്? വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഇതാണ് നീളം അല്ലേ? 7x ആണ് നീളം. ഈ നീളം എന്ന് പറയുന്നത് എന്താണ്? വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. വീതി ഏതാണ്? 4x ആണ് അല്ലേ? അപ്പൊ 4x-നേക്കാൾ 15 മീറ്റർ കൂടുതലാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ്? നീളവും വീതിയും എടുത്തു അല്ലേ? അതിന്റെ കൂടെ അല്ലേ അത് സംഖ്യയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എക്സ് കൂടെ ചേർത്തു. അതിനുശേഷം നീളത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പൊ നീളത്തെ സെപ്പറേറ്റ് എടുക്കുക. 7x എന്ന് എടുത്തു. അതെന്താന്നാ പറയുന്നത്? വീതിയേക്കാൾ അല്ലേ? അപ്പൊ വീതി ഏതാ? 4x ആണ്. ആ 4x-നേക്കാൾ എന്ത് കൂടുതലാണ്? 15 കൂടുതലാണ്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കല്ലേ? അതായത് 7x = 4x + 15 ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? എക്സിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ എത്രയാവും? 7x-ൽ നിന്ന് 4x മൈനസ് ചെയ്യുക. അതായത് 7x
ഈ 4x എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും അല്ലേ. സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഇതെന്താണ് പ്ലസ്സിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ സമത്തിന്റെ ഇങ്ങോട്ട് വരുമ്പോൾ അത് മൈനസ് ആവും. വീണ്ടും സമം കൊടുക്കുക. ഇവിടെ ഏതാ ഉള്ളത്, 15, അത് കൊടുക്കുക. ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു പോവുക. ക്ലിയർ അല്ലേ. അപ്പൊ ഇനി ഇതെന്താണ് അല്ലേ, 7x നിന്ന് 4x കുറച്ച് എത്രയാണ്, 3x അല്ലേ. അപ്പൊ 3x ഈസ് ഈക്വൽ ടു 15 ആയി. അങ്ങനെയാണെങ്കിൽ x എങ്ങനെയാ കാണുക, x ഈസ് ഈക്വൽ ടു 15 ബൈ അല്ലേ. ഇവിടെ എന്താണ് ഗുണനമാണ് അല്ലേ. 3x എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ ഇവിടെ ഗുണനം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും, ഹരണമായി മാറൂലേ. അപ്പൊ 15/3 എത്രയായി മാറി, x 5 ആയി. നമ്മുടെ ആൻസർ എത്തിയോ, ഇല്ലല്ലേ. നമുക്ക് x 5 കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഏതാണ് നീളം എന്ന് പറയുന്നത്, നമുക്ക് എന്താ നീളമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നീളം എന്ന് പറയുന്നത് 7x ആണ് അല്ലേ. അപ്പൊ ഈ എക്സിന്റെ വില എന്താണ്, 5 ആണ്. അപ്പൊ ഈ 7നോട് കൂടിയിട്ട് 5 ഗുണിച്ചാൽ എത്രയായി, 7 ഇൻറ്റു 5 എത്രയായി, 35. ഓക്കെ, അപ്പൊ നീളം എത്രയാണ്, 35 അല്ലേ. ഓപ്ഷൻ എവിടെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക അല്ലേ. എന്താ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ, ACE. ഇവിടെ എന്താണ് അല്ലേ, 1ന്റെ ഡിഫറൻസ് ആണ് വരുന്നത് അല്ലേ. ഇവിടെ എന്താ B വരുന്നുണ്ട്, നോക്കാം നമുക്ക്. ACE എന്ന് പറയുമ്പോൾ അല്ലേ, ഇവിടെ എന്തുണ്ട്, B ഉണ്ട് ഇവിടെ, അതുപോലെ ഇവിടെ D ഉണ്ട്. അടുത്തത് എന്താണ്, GIK. ഇവിടെ എന്തുണ്ട്, F വിട്ടിട്ടുണ്ട്, പിന്നെ F കഴിഞ്ഞാൽ G വരുന്നുണ്ട്, പിന്നെ എന്താണ് H ഇല്ല അല്ലേ. അപ്പൊ H ഇവിടെ, I കഴിഞ്ഞിട്ട് പിന്നെ J കഴിഞ്ഞിട്ടാണ് K അല്ലേ. അപ്പൊ ഓരോന്നും അല്ലേ, ഓരോ ലെറ്റേഴ്സ് എന്താണ് വിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒറ്റയാൻ ഏതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്, K കഴിഞ്ഞിട്ട് L അല്ലേ, L വരൂല. അത് കഴിഞ്ഞിട്ട് എന്താണ് M അല്ലേ, M വരും. പിന്നെ വീണ്ടും ഒന്ന് വിട്ടിട്ട് N വിട്ടിട്ട് O വരും. പിന്നീട് ഏതാണ് അല്ലേ, P വിട്ടിട്ട് Q വരും അല്ലേ. ഈ ഒരു ഓർഡറിലാണ് പോണത്. ക്ലിയർ അല്ലേ. അതായത് ഓരോന്നും എന്താണ് ഡിഫറെന്റ് ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് പിന്നെന്താ വരേണ്ടത്, ശരിക്കും Q കഴിഞ്ഞിട്ട് R വിട്ടിട്ട് S വരണം അല്ലേ. ഇവിടെ S ആണോ വന്നിട്ടുള്ളത്, അല്ലല്ലേ, UWY ആ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് ഒറ്റയാന്, UWY ആണ്. ഓപ്ഷൻ D ആണ് കേട്ടോ. ക്ലിയർ അല്ലേ. അതായത് ഓരോന്നല്ലേ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ മാറി വരികയാണ്. അതിൽ Q എത്തിയപ്പോൾ എന്താണ്, അടുത്ത സംഖ്യ R കഴിഞ്ഞ് S വരണം. ഇവിടെ എന്താ വന്നിട്ടുള്ളത്, U ആണ്. ബാക്കിയുള്ള ഇതുവരെ ഓർഡറിലാണ് പോണത്. ഇതാണ് വ്യത്യാസമായിട്ടുള്ളത്. കിട്ടിയില്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 13/40 ദശാംശ രൂപം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 13/40 അല്ലേ. 13/40 എങ്ങനെയാ ചെയ്യാം അല്ലേ, എങ്ങനെ ചെയ്യാം അല്ലേ. നമുക്കറിയാലേ 13/40 എന്ന് പറഞ്ഞാൽ എന്താ, 13നെ 40 കൊണ്ട് ഹരിക്കുക എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. 13നെ 40 കൊണ്ട് ഹരിച്ചാൽ എന്താ വരിക, 13ൽ 40 പോവോ, ഇല്ലല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പോയിന്റ് ഇട്ടു, ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു 0 ഇട്ടു അല്ലേ. 130 എത്ര പ്രാവശ്യം 40 പോകുന്നുണ്ട്, എത്ര പ്രാവശ്യമാണ്, 3 പ്രാവശ്യം പോകും അല്ലേ. 3 4 120, 10 വരും. 10ൽ പോവില്ല അല്ലേ. അപ്പൊ വീണ്ടും ഒരു 0 ഇട്ട് 100ൽ എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം പോകും അല്ലേ. 80 വരുന്നു. വീണ്ടും 20 വന്നു, 20ൽ പോവില്ല. വീണ്ടും ഒരു 0 ഇട്ടു. അപ്പൊ എത്രയും 40ൽ 5 പ്രാവശ്യം പോകും അല്ലേ. അപ്പൊ ആൻസർ എന്താണ്, 0.325 അല്ലേ. ഏതാ കിട്ടിയില്ലേ, ഓപ്ഷൻ B ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സാധാരണ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 15 സെന്റിമീറ്റർ, പാദ ചുറ്റളവ് 15 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററും ആയാൽ വ്യാപ്തം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ, ഏതാണ് ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, √3a²/4h. ഓക്കെ, ഈ h എപ്പോഴും എന്തിനാ കൊടുക്കല്ലേ, ഇങ്ങനത്തെ സ്തംഭങ്ങളുടെ കേസ് എപ്പോഴും പറയുമ്പോൾ എന്താണല്ലേ, ഉയരമുള്ള കേസിൽ എല്ലതും പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇതിന്റെ കൂടെ എന്ത് ചേർക്കണം, ഹൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ സാധാ ഇക്വേഷനിലെ സമഭുജ ത്രികോണത്തിന്റെ വ്യാപ്തം എന്താണ്, √3a²/4 ആണല്ലേ. അതിന്റെ കൂടെ എന്ത് ചെയ്യുക അല്ലെ, സ്തംഭമാണെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ഉയരം ഉണ്ടാവും. അപ്പൊ ആ ഉയരം കൂടി ഗുണിക്കുക. എല്ലാ കേസും ഇങ്ങനെ തന്നെയാണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടത്, ഉയരം അല്ലെ, എത്രയാണ് ഹൈറ്റ് അത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അല്ലെ, ആ ഒരു സമഭുജ ത്രികോണത്തിന്റെ സ്തംഭത്തിന്റെ വ്യാപ്തം കിട്ടും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. √3 അല്ലേ, ഇവിടെ നമുക്ക് a എത്രയും തന്നിട്ടില്ല, പക്ഷെ എന്ത് തന്നിട്ടുണ്ട്, പാദ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാദം എങ്ങനെയായിരിക്കില്ലേ, ഇങ്ങനെയായിരിക്കില്ലേ
ഇതാണല്ലേ ഒരു സമഭുജ ത്രികോണം സമഭുജ സ്തംഭം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇതിന്റെ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ ഭാഗമല്ലേ, അതെന്താണ്? ത്രികോണാകൃതിയിലാണ് അല്ലേ? ഇതാണ് കേട്ടോ സമഭുജ സ്തംഭം എന്ന് പറയുന്നത്. അപ്പൊ അല്ലേ ഇതിന്റെ പാദഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ത്രികോണാകൃതി ആയിരിക്കും അല്ലേ? അപ്പൊ സമഭുജാണ്, അതായത് 3 ഭാഗം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ അതിന്റെ വ്യാപ്തം തന്നിട്ടുണ്ട് അല്ലേ? വ്യാപ്തം എത്രയാണ്? വ്യാപ്തം എത്രയാണ് ഇവിടെ? വ്യാപ്തം അല്ലേ എത്ര തന്നിട്ടുണ്ട്? എ ക്യൂബ് എത്ര തന്നിട്ടുണ്ട്? സോറി, എ ക്യൂബ് അല്ല, 3a എത്ര തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ എന്താണ്? 15a/3 ആണ് അല്ലേ? എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു വശം നമുക്ക് കിട്ടിയില്ലേ? അതായത് സമഭുജാകുമ്പോൾ 3 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ അത് മൊത്തം എത്രയാണ്? 15 തന്നിട്ടുണ്ടെങ്കിൽ ഒരു വശം എത്രയായിരിക്കും? 15a/3 ചെയ്താൽ മതി. അപ്പം 3 കിട്ടും. ഇനി നമുക്കത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? √3a²/4 × h ആണ് അല്ലേ? അപ്പൊ √3 ഇൻറ്റു a² എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ a തന്നിട്ടുണ്ട് അല്ലേ? 5 ആണ്. അതിന്റെ സ്ക്വയർ കണ്ടു. പിന്നെ അല്ലേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 5 ഗുണിച്ചു. പിന്നെ h ഇവിടെ എത്രയാണ്? അല്ലേ ഉയരം 5 സെന്റിമീറ്റർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ h 5 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? 4. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതല്ലേ എങ്ങനെ ചെയ്യാ? ഇതൊന്നും വെട്ടിപ്പോകൂലല്ലേ? അപ്പൊ ഇതെന്താ? 5 × 5 × 5 എത്രയാണ്? 5 5 25 ആണ്. 25 × 5 എത്രയാണ്? 125. കൂടെ എന്തുണ്ട്? √3 ഉണ്ട്, /4 ഉണ്ട് അല്ലെ? ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കിട്ടിയില്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് √3a²/4 × h ആണ്. ഇവിടെ നമുക്ക് പാദ ചുറ്റളവ് എന്ന് പറയുന്നതാണ് 15 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. അതായത് അല്ലേ സമഭുജ ആയതുകൊണ്ട് എന്താണ്? 3 വശവും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 3a എന്ന് പറയുന്നതാണ് 15 അല്ലേ? അപ്പൊ a എന്ത് കിട്ടി? 5 ആയിട്ട് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 5 വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൻസർ കിട്ടും. കറക്റ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ക്ലോക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അല്ലേ? ഇങ്ങനെയല്ലേ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്ക. എന്താണ്? 30h മൈനസ് 11/2m. ഓക്കെ, ഈ ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്തിനുള്ള ഇക്വേഷൻ ആണ്? നമ്മുടെ മിനിറ്റ് സൂചി ഇല്ലേ? ഇത് ക്ലോക്കുമായി ബന്ധപ്പെട്ട് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് അല്ലേ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താണ്? 30h മൈനസ് 11/2m. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ? എന്താണ്? 30h അല്ലേ? h എന്താണ്? ഹവർ ആണ് അല്ലേ? എവിടെ ഇതിൽ ഹവർ എത്രയാണ്? 9 അല്ലേ? അപ്പൊ ഇവിടെ 9. പിന്നെ മൈനസ് 11 സെയിം അതേപോലെ കൊടുക്കുക. 2ഉം അതേപോലെ കൊടുക്കുക. m എന്താ? മിനിറ്റ് ആണ് അല്ലേ? ഇവിടെ മിനിറ്റ് എത്രയാണ്? 30 ആണ് അല്ലേ? 9:30 അല്ലേ? അപ്പൊ മിനിറ്റ് എത്രയാണ്? 30 ആണ്. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും അല്ലേ? ഏതാ കിട്ടുക അല്ലേ? 30 × 9 എത്രയാ? 30 × 9 270 ആണ് അല്ലേ? 30 × 9 270 ആണ്. ഇനി എന്താ? 11/2 × 30 അല്ലേ? ഇതെന്ത് ചെയ്യാം? ഈ 2ഉം ഈ 30ഉം കൂടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ എത്രയായി? 15 ആയി അല്ലേ? 11 × 15 എത്രയാ? 5 5ഉം 1ഉം 1ഉം 5 6 165 അല്ലേ? 165. ക്ലിയർ അല്ലേ? ഇനി 270 നിന്ന് 165 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 0 1 അല്ലേ? 105 ഡിഗ്രി വരും അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി കൊടുത്തിട്ടുണ്ട് 105. ക്ലിയർ അല്ലേ? അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിക്കുക. 30h മൈനസ് 11/2m. ഇവിടെ h എന്ന് പറയുന്നത് എന്താണ്? മണിക്കൂറിനെയാണ്. അതുപോലെ m എന്ന് പറയുന്നത് മിനിറ്റിനെയാണ്. ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 9:30 എന്നാണ് പറഞ്ഞിട്ടുള്ളത് സമയം അല്ലേ? നേരെ ഇതിലെ മണിക്കൂറിന്റെ അവിടെ 9ഉം കൊടുക്കുക, മിനിറ്റിന്റെ അവിടെ 30ഉം കൊടുക്കുക. സെയിം അല്ലേ? ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.125 ക്യൂബിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 സ്ക്വയർ കിട്ടുന്നത്? ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. നേരെ ഈ ഇക്വേഷൻ ഇതേപോലെ ഇട്ട് നോക്കാം. 0.125 അല്ലേ? 3 പ്രാവശ്യം ഗുണിക്കണം അല്ലേ? ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? 3 അല്ലേ? അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ 0.125 ഇൻറ്റു 0.125 അല്ലേ? ഈ എണ്ണൽ സംഖ്യനെ ഏതോ ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി?
0.125 സ്ക്വയർ കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടി നമുക്ക് നോക്കാം. 0.125 ഇൻറ്റു 0.125 ഇൻറ്റു 0.125 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0.125 ഇൻറ്റു അല്ലേ, ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഗുണിക്കുക അല്ലേ, 0.125. ഇനി നമുക്ക് എക്സ് കണ്ടൂടെ അല്ലേ? എക്സ് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്താണെന്ന് കണ്ടെത്തിക്കൂടെ? അപ്പോൾ എക്സിനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കല്ലേ ഇവിടെ ഉള്ള 0.125 ഇൻറ്റു 0.125 ബൈ ഈ ബാക്കിയുള്ള അല്ലേ സമത്തിന് ഇപ്പുറത്തുള്ള എല്ലാവരെയും എങ്ങോട്ട് കൊണ്ടുവരിക? ഇവിടെ ഗുണനമല്ലേ, അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഹരണമാകും. 0.125 ഇൻറ്റു 0.125 ഇൻറ്റു 0.125 എന്ത് ചെയ്യുക? അത് കാണുമ്പോൾ തന്നെ അറിയാലേ, വേഗം വെട്ടിപ്പോവും. ഇവരൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി ആരേ ഉള്ളൂ? 1/0.125. ഓക്കെ, ഇപ്പം എവിടെ വരെ കിട്ടി നമുക്ക്? 1/0.125. ഇനി ഇതിനെന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ 1/0.125 വരെയാണല്ലേ കിട്ടിയത്. ഒരു മിനിറ്റ്. ഓക്കെ, എന്താ കിട്ടിയത്? 1/0.125 ആണ് കിട്ടിയല്ലേ. ഇതിൽ എന്തിലേക്ക് മാറ്റാം? നമുക്ക് സംഖ്യ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ്? ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? 3 സംഖ്യ ഉണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? നമുക്ക് 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്ര ഡിജിറ്റ് ആണുള്ളത് അത്രയും 0 നമ്മൾ എന്ത് ചെയ്യുക? മുകളിലും താഴെയും ഗുണിക്കുക. ഓക്കെ, അപ്പോൾ എത്ര ഗുണിക്കണം? നമുക്ക് 3 0 ആണെങ്കിൽ 1000 ഗുണിക്കണം അല്ലേ. അപ്പോൾ മുകളിലുള്ള 1ന്റെ കൂടെ 1000 ഗുണിക്കണം. അതുപോലെ താഴെയുള്ള 0.125ന്റെ കൂടെ എന്ത് ചെയ്യണം? 1000 ഗുണിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് 1000 ഗുണിക്കുന്നത്? ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ പോയിന്റിന് ശേഷം എത്ര 0 ഉണ്ട്, എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക. അപ്പോൾ 3 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ എന്താണ്? 1000 കൊണ്ടാണ് അതിനെ 2 ഭാഗത്തും ഗുണിക്കേണ്ടത്. അപ്പോൾ മുകളിലും 1000 ഗുണിച്ചു, താഴെ 1000 ഗുണിച്ചു അല്ലേ. അപ്പോൾ എന്താണ് ഇത്? മുകളിൽ എന്താണ്? 1000 കിട്ടി. 1/1000 എന്ന് പറഞ്ഞാൽ 1000 ബൈ ഈ പോയിന്റ് എന്ത് ചെയ്യും? പോയിന്റ് പോകൂലേ. അപ്പോൾ 125 ആയിട്ട് കിട്ടും. ഇനി നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം അല്ലേ. 1000 അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 1000ന് എന്ത് ചെയ്യാം? 10 × 100 എന്ന് എഴുതി കൂടെ 1000നെ ബൈ 125 അല്ലേ. വെട്ടി ചെറുതാക്കിയാലേ 5 പോവില്ലേ. അപ്പം 2ഉം ഇവിടെ 25 വരും. 25ൽ 100 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പം 4 × 2 എത്രയാണ്? 8. ഓപ്ഷൻ എ 8 കിട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. ആ ട്രെയിൻ 20 മിനിറ്റിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഓക്കെ, എന്താണ്? ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ നോക്കാം അല്ലേ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് ദൂരമാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ, ഇത് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെച്ചേക്കാം. ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ, പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ്. ഇവിടെ ഡി കൊടുക്കാം, ഇവിടെ ടൈം കൊടുക്കാം, ഇവിടെ സ്പീഡ് കൊടുക്കാം. ഓക്കെ, സാധാരണ ഒരു ഇതുമായി ബന്ധപ്പെട്ടില്ല, ട്രെയിനുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ സമയം ദൂരമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറില്ലേ. ഒന്നെങ്കിൽ ടൈം ചോദിക്കും, അല്ലെങ്കിൽ ദൂരം ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വേഗത അല്ലെ സ്പീഡ് ചോദിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് അല്ലേ, ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഡി ആണ്, ഇവിടെ ടി ആണ്, ഇവിടെ എസ് ആണെന്ന് ഓർത്ത് വെക്കട്ടോ. ഇനി ഡിസ്റ്റൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, അതായത് ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ടൈം ഇൻറ്റു സമയമാണ് കേട്ടോ, സമയമല്ല സോറി സ്പീഡ്. ഓക്കെ, ടൈം ഇൻറ്റു സ്പീഡാണ് ഗുണിക്കേണ്ടത്. ഓക്കെ, അപ്പം ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ, സമയം ഇൻറ്റു സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത. ഇനി അടുത്തത് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ടൈം ആണ് ചോദിച്ചിട്ടുള്ളത് വിചാരിക്കുക, അതായത് സമയമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മുകളിൽ ഇവർ രണ്ടാളല്ലേ ഉള്ളൂ, ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് ആണ് അല്ലേ, അതായത് ദൂരം. താഴെ എന്താണ്? ബൈ അല്ലേ കൊടുത്തിരിക്കുന്നത്, അതേപോലെ കൊടുക്കുക ബൈ. എസ് എന്താണ്? വേഗത, സ്പീഡ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുക, അതായത് വേഗത, സ്പീഡ് അല്ലേ, വേഗതയാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ എന്താണ്? നമ്മളെ മുകളിൽ ആരാളുള്ളത്? ഡിസ്റ്റൻസ് അഥവാ ദൂരം. അതിനെന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? ഇവിടെ എന്താ ഉള്ളത്? ടൈം ആണുള്ളത്, അതായത് സമയം. ക്ലിയർ അല്ലേ?
ഇത്രയും ഇക്വേഷൻ നിങ്ങൾ കറക്റ്റ് പഠിച്ചിരിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദൂരത്തെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ദൂരം എന്ന് പറഞ്ഞാൽ എന്താണല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ടൈം അല്ലെ, സമയത്തെ വേഗത കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലാസ് കാണുന്നവരെ അറിയാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോവട്ടോ. ഇനി നമുക്കല്ലേ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമയം ഇൻറ്റു വേഗതയാണ് അല്ലേ? സമയം ഇൻറ്റു വേഗതയാണ്. ഇവിടെ സമയം എന്താണ് പറഞ്ഞിട്ടുള്ളത്? 20 മിനിറ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് 20 മിനിറ്റും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 75 കിലോമീറ്റർ ആണ് അല്ലേ? 75 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? 75 കിലോമീറ്റർ പെർ അവർ എന്നാണ് പറയാറ് അല്ലേ? അപ്പൊ അതെന്താണ്? മണിക്കൂറിലാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ വരുന്ന ആളും എന്താവണം? അതുമായി ബന്ധപ്പെട്ട് നിൽക്കണം അല്ലെ? മണിക്കൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലേക്ക് മാറണം. അപ്പൊ ഇവിടെ മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെന്ത് ചെയ്യണം? നമ്മൾ മണിക്കൂറിലേക്ക് ആക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സമയത്തെ എടുത്തു അല്ലെ? ഇതിന് നമ്മൾ മണിക്കൂർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബൈ 60 കൊടുത്തു അല്ലെ? അപ്പൊ മിനിറ്റിനെ മണിക്കൂർ ആക്കാൻ എന്താ ചെയ്താൽ മതി? ബൈ 60 കൊടുത്താൽ മതി. പിന്നെ അല്ലേ വേഗത എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 75 കിലോമീറ്റർ ആണ്. അപ്പൊ അത് കൊടുത്തു. ഇനി തമ്മിൽ വെട്ടി പോവുക. വെട്ടി കഴിഞ്ഞാൽ ഇവിടെ 6 3 പോയില്ലേ? 2ഉം ഇവിടെ 3 5 അല്ലേ? 35 ആൻസർ വരും അല്ലേ? 2 വെട്ടി കഴിഞ്ഞാൽ. ഓക്കെ, ഓപ്ഷൻ എ 35 ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദൂരമാണ് കാണേണ്ടത് അല്ലേ? ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? സമയം ഇൻറ്റു വേഗതയാണ് അല്ലേ? നമ്മൾ പഠിച്ചു സമയം ഇൻറ്റു വേഗത ചെയ്താലാണ് ദൂരം കിട്ടുക. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ 75 കിലോമീറ്റർ എന്നാണ് സമയം കൊടുത്തിട്ടുള്ളത് അല്ലേ? സോറി, സമയമല്ല, വേഗത കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 75 കിലോമീറ്റർ പെർ ഹവർ എന്നാണ് പറയല്ലേ? പക്ഷേ അതിന്റെ സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ് അല്ലേ? അപ്പൊ മണിക്കൂറും മിനിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യുക? ഒന്നിലേക്ക് വേറെ മറ്റതിലേക്ക് മാറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഈ 20 മിനിറ്റിന് എന്ത് ചെയ്യാം? മണിക്കൂറിലേക്ക് മാറ്റുക. അപ്പൊ 20 മിനിറ്റിന് മണിക്കൂറിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ബൈ 60 ചെയ്താൽ മതി. മറ്റേത് അതേപോലെ 75 ഇടുക. എന്നിട്ട് പരസ്പരം എന്ത് ചെയ്യുക? വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 35 ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സമചതുരത്തിലും വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ക്വസ്റ്റ്യൻ? ഏത് സമചതുരത്തിലും വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം. നമുക്കറിയാലേ സമചതുരം എന്ന് പറഞ്ഞാൽ എന്താ? 4 വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇപ്പൊ ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ അതുപോലെ ഇവിടെയും എ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ 4 വശവും തുല്യമായിരിക്കും. ഇനി വശം അല്ലെ എ ആന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണുക? ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4 ഭാഗം എന്തായിരിക്കും? തുല്യമായിരിക്കൂലേ? 4 വശങ്ങളും തുല്യമായിരിക്കൂലേ? അപ്പൊ ചുറ്റളവ് എന്താണ്? 4a ആണ് അല്ലേ? അപ്പൊ ഇവിടെ വശം എന്ന് പറയുന്നത് a ആണ്. ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ചുറ്റളവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 4a ആണ് അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ എയും 4aയും, അതായത് 1:4 എന്നൊരു അംശബന്ധത്തിലായിരിക്കും. ക്ലിയർ അല്ലേ? എന്താ ചോദിച്ചിട്ടുള്ളത്? ചോദ്യം എന്താണ്? സമചതുരത്തിന്റെ വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ? അപ്പൊ സമചതുരം എന്ന് പറഞ്ഞാൽ എന്താ? 4 വശവും തുല്യമായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു വശം a ആണെങ്കിൽ ബാക്കിയുള്ള വശങ്ങളൊക്കെ a ആയിരിക്കും. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്താണ്? 4a ആണ് അല്ലേ? അപ്പൊ വശം 1 അല്ലേ? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെങ്കിൽ അല്ലേ ചുറ്റളവ് എന്താണ്? 4a. അപ്പൊ ഇവിടെ 4 ആയിരിക്കും. അപ്പൊ അതിന്റെ അനുപാതം എന്താ? 1:4. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.